ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമാ താരങ്ങൾ വാങ്ങിയ പ്രതിഫലമാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഹൃദയത്തിനു ശേഷം പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും ഒന്നിച്ച ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. തമിഴ്നാട്ടിലെ കോടമ്പകത്തേക്ക് പോകുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. ഇതിൽ കേന്ദ്ര കഥാപാത്രമായ നിവിൻ പോളി വാങ്ങിയ പ്രതിഫലം നോക്കുകയാണെങ്കിൽ 40 ലക്ഷം രൂപയാണ്. ആനി എന്ന കഥാപാത്രം ചെയ്ത കല്യാണി പ്രിയദർശൻ വാങ്ങിയ പ്രതിഫലം 5.5 ലക്ഷം രൂപയാണ്. പ്രണവ് മോഹൻലാലാകട്ടെ മുരളി എന്ന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. 30 ലക്ഷം രൂപയാണ് താരം വാങ്ങിയ പ്രതിഫലം. വേണു കൂത്തുപറമ്പ് എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസും വാങ്ങിച്ച പ്രതിഫലം 15 ലക്ഷം രൂപയാണ്. സിനിമയിൽ രാധിക എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്ന നീത പിള്ള വാങ്ങിയ പ്രതിഫലം 5 ലക്ഷം രൂപയാണ്. പ്രദീപ് എന്ന കഥാപാത്രത്തെയാണ് ബേസിൽ ജോസഫ് അവതരിപ്പിച്ചിരിക്കുന്നത്. താരം വാങ്ങിയ പ്രതിഫലം 5 ലക്ഷം രൂപയാണ്. ചിത്രത്തിൽ ആനിയുടെ ഹസ്ബൻഡായി അഭിനയിച്ചിരിക്കുന്ന ആസിഫ് അലി വാങ്ങിയ പ്രതിഫലം 2 ലക്ഷം രൂപയാണ്. ജോൺ എന്ന കഥാപാത്രത്തെയാണ് ആസിഫ് അലി സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ജയൻ കേശവദേവ് എന്ന പ്രൊഡ്യൂസറിൻ്റെ റോൾ ചെയ്ത അജു വർഗീസ് വാങ്ങിയ പ്രതിഫലം 5 ലക്ഷം രൂപയാണ്. ഡയറക്ടറായ വിനീത് ശ്രീനിവാസൻ്റെ പ്രതിഫലം 1.5 കോടി രൂപയാണ്. 5.5 ലക്ഷം രൂപയാണ് ഷാൻ റഹ്മാനിന് ലഭിച്ചിരിക്കുന്ന പ്രതിഫലം. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഇതേപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു.